ക്രിസ്തു ഭൗതികമായ നന്മകളെക്കുറിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിലുപരി പാപം, മരണം, നീതീകരണം, ന്യായവിധി, പുനരുദ്ധാനം, നിത്യജീവൻ, രക്ഷ, സ്വർഗം, സ്വർഗത്തിലുള്ളത്, നരകം, നരകത്തിലുള്ളത് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറഞ്ഞു. സ്വർഗത്തിലേക്കുള്ള ഏക വഴിയായ ആ ക്രിസ്തു തന്നെ കേട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെ സാധ്യമാകുമെന്ന് തുടക്കം പറഞ്ഞു വച്ചു. വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കടന്നു വന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ കഷ്ടത, മരണം, പുനരുദ്ധാനം, രണ്ടാം വരവ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന് സാക്ഷി നിന്ന് ക്രിസ്തു എടുത്തു പറഞ്ഞതായ വിഷയങ്ങൾ അവരെ ഓർമ്മിപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ക്രിസ്തു മുഖാന്തരം എങ്ങനെ സാധ്യമാകുമെന്ന് അവരിലൂടെ സംസാരിച്ചു വിശദീകരിച്ചു. ഇത് അവരിലൂടെ ആദ്യകാല സഭകളിൽ സംസാരിച്ചുകൊണ്ട് സഭയ്ക്കായി ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ പ്രവേശനത്തിനായി, ആ സ്വർഗീയ നന്മകൾക്കായി ആദ്യകാല സഭകളെ പരിശുദ്ധാത്മാവ് ഒരുക്കി. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ആദ്യകാല സഭകളിൽ സംസാരിച്ചതുപോലെ ക്രിസ്തു എന്ത് വിഷയങ്ങളാണോ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിച്ചത്, ആ വിഷയങ്ങളായിരിക്കും പരിശുദ്ധാത്മാവ് സഭകളിൽ ശുശ്രൂഷകരിലൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. ക്രിസ്തു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കാത്ത ഒരു വിഷയവും പരിശുദ്ധാത്മാവ് സഭകളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കുകയില്ല. പ്രത്യേകിച്ച് ക്രിസ്തു ഭൗതികമായ നന്മകൾ പറഞ്ഞുവെങ്കിലും ഈ ഭൗതികമായ നന്മകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിച്ചില്ല. അങ്ങനെ ക്രിസ്തു സംസാരിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് സഭകളിൽ ഈ ഭൗതികമായ നന്മകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ അവൻ കേൾക്കുന്നത് സംസാരിക്കുന്നു, അവൻ ക്രിസ്തുവിനുള്ളതിൽ നിന്നുകൊണ്ട് അറിയിച്ച് തരുന്നു. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്.